ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ജ്ഞാനായ അതിഭദ്രാസനത്തിലെ എൻ്റെ സ്നേഹം നിറഞ്ഞ വൈദിക സഹോദരങ്ങളെ, സമുദായ സ്നേഹികളെ, ജ്ഞാനായ സമുദായത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ജ്ഞാനായ കമ്മിറ്റിയുടെയും വൈദിക കൗൺസിലിൻ്റെയും മെത്രാപ്പോലിത്തന്മാരുടെയും സംയുക്ത യോഗം 2024 ഒക്ടോബർ 1 നടത്തുന്നു എന്നും ആയതിന് ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടുമുള്ള അഭിമന്യ സേവോറിയോസ് തിരുമേനിയുടെ ഒരു കത്ത് ലഭിച്ചു. ആ കാര്യം സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും നിങ്ങൾ ഏവരും അറിഞ്ഞു കാണുമല്ലോ. ഇത് സംബന്ധിച്ച പല അഭ്യൂഹങ്ങളും സംശയങ്ങളും നിലനിൽക്കുന്നതിനാൽ ശരിയായ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായാൽ സേവോറിയോസ് തിരുമേനി അച്ചടക്ക നടപടി നേരിട്ട് വരികയാണല്ലോ. ആയതിനാൽ ഈ നടപടികൾ ഔദ്യോഗികമായി നിലനിൽക്കുന്നതിനാൽ ഔദ്യോഗികമായി സേവോറിയോസ് തിരുമേനി ഒരു ചർച്ച ക്രമീകരിച്ചിരിക്കുന്നത് ഉചിതമല്ല എന്ന് ഞങ്ങൾ കരുതുന്നു. ചർച്ചകൾക്കുള്ള ക്ഷണക്കത്ത് ഞങ്ങൾക്ക് അയച്ചു തരുന്നത് സെപ്റ്റംബർ 13 എന്നാൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ, അതായത് സെപ്റ്റംബർ 14 മേഖലകൾ ഏകപക്ഷീയമായി പിരിച്ചുവിട്ടുകൊണ്ടും മേഖലാ മെത്രാപ്പോലീത്തന്മാർ എന്ന നിലയിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും ഞങ്ങൾ പള്ളികളിൽ നടത്തുവാൻ പാടില്ല എന്നും അറിയിച്ചുകൊണ്ട് സേവോറിയോസ് തിരുമേനി പള്ളികളിൽ കൽപ്പന വായിച്ചു. ഇത് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ അപ്പസ്തോലിക കൽപ്പനകളുടെ ലംഘനവും ബഹുമാനപ്പെട്ട കോടതി വിധികളുടെ നഗ്നമായ ലംഘനവുമാണ്. അനുരഞ്ജനങ്ങളിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു കൽപ്പന അയക്കുകയില്ലായിരുന്നു. ജ്ഞാനായ സമുദായത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പലതരത്തിലുള്ളതായ ശ്രമങ്ങൾ പലരും നടത്തി. എന്നാൽ ഒന്നും ഫലപ്രാപ്തിയിൽ എത്താഞ്ഞതിനാൽ 2012-15 കാലയളവിലെ അസോസിയേഷൻ്റെ 20/8/2013 നടന്ന ജ്ഞാനായ അസോസിയേഷൻ യോഗം സമുദായ വിഷയങ്ങളിൽ ഇടപെടണമെന്ന് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായോട് അഭ്യർത്ഥിച്ചു. ആയതിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധ ബാവ സാഖാ പ്രഥമൻ ബാവ പല ശ്രമങ്ങളും നടത്തി. ഇതിൻ്റെ ഭാഗമായി സിംഹാസന പള്ളികളുടെ അഭ്യന്തനായ ദിയസ്കോറോസ് മെത്രാപ്പോലീത്തായും അഭ്യന്തനായ അത്താനാസ്യോസ് തിരുമേനിയും മലയെക്കുറിച്ച് ദേറായിൽ ഞങ്ങൾ 4 മെത്രാപ്പോലിത്തന്മാരെയും വിളിച്ച് വിശദമായ ചർച്ച നടത്തി. ആ ചർച്ചയുടെ പരിസമാപ്തിയിൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായെ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ജ്ഞാനായ സമുദായത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനായി പരിശുദ്ധ ബാവ E1 338 നമ്പർ കൽപ്പന ജ്ഞാനായ സമുദായത്തിന് തന്നു. പിന്നീട് സമുദായ ഭാരവാഹികളുടെയും മെത്രാപ്പോലിത്തന്മാരെയും വിളിച്ചു വരുത്തി ചില ധാരണകൾ ക്രമീകരിക്കുകയും അത് അനുസരിച്ച് ഞങ്ങൾ എല്ലാവരും പരിശുദ്ധ ബാവായുടെ പാത്രിയർക്കീസ് ബാവായുടെ മുമ്പിൽ മുട്ടുകുത്തി ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അതൊരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു. എന്നാൽ അതും ഫലപ്രാപ്തിയിലെത്തിയില്ല. അതിന് കാരണങ്ങൾ നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. പരിശുദ്ധ സാഖാ പ്രഥമൻ ബാവ തുടങ്ങി വെച്ച സമാധാന ശ്രമങ്ങൾ തുടരുക മാത്രമാണ് പരിശുദ്ധ അഫ്രേം ദ്വിതീയൻ ബാവ ചെയ്തു വരുന്നത്. അഭിനന്ദനായ സേവോറിയോസ് തിരുമേനി ഈ കാലയളവിൽ സീറോ മലബാർ സഭയുടെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മെത്രാപ്പോലിത്തയായിരുന്ന അഭിനന്ദനായ മാത്യു അറക്കൽ പിതാവിനെയും യാക്കോബായ സഭയുടെ കോട്ടയം ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിനന്ദനായ തോമസ് മാർ തീമോത്യോസ് തിരുമേനിയും ജ്ഞാനായ സമുദായ വിഷയത്തിൽ ഇടപെടുവാൻ അവരെ പ്രേരിപ്പിച്ചു. അവർ ഞങ്ങൾ 3 മെത്രാപ്പോലിത്തന്മാരുമായിട്ട് 2 ദിവസത്തെ ചർച്ച നടത്തി. അഭിനന്ദനായ തീമോത്യോസ് തിരുമേനി
ഒന്നാം ദിവസത്തെ ചർച്ച കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് അത് തീമോത്തിയോസ് തിരുമേനിയും ഞങ്ങൾ 3 പേരും ഒപ്പിട്ട് വീണ്ടും 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഒന്ന് വീണ്ടും കൂടിയപ്പോൾ ഒപ്പിടുന്ന കാര്യം പറഞ്ഞപ്പോൾ തിരുമേനി ഇനി ഒപ്പിടാനൊന്നും പറ്റുകയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പിരിയുകയും ആ സംരംഭം അതോടെ ഫലപ്രാപ്തിയിലെത്താതെ തീരുകയും ചെയ്തു. 2023 ജൂൺ മാസം ഞങ്ങൾ 4 മെത്രാപ്പൊലീത്തന്മാരെയും ബെയ്റൂട്ടിലെ പാത്രിക്ക അരമനയിൽ വിളിച്ചു വരുത്തി പല ചർച്ചകളും പരിശുദ്ധ അപ്രയം ദ്വിതീയൻ പാത്രിക്കീസ് ബാവ നടത്തി. അവസാനം പരിശുദ്ധ ബാവ കൽപ്പിച്ചത് നിങ്ങൾ 4 മെത്രാന്മാരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച വിഷയങ്ങൾ പരിഹരിക്കണം, ആവശ്യമെങ്കിൽ അഭിനന്ദനായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സഹായം തേടാവുന്നതാണെന്നും പരിശുദ്ധ ബാവ നിർദ്ദേശിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള ചർച്ചകൾ ക്രമീകരിക്കുവാൻ പരിശുദ്ധ ബാവ സേവോറിയസ് മെത്രാച്ചനെയാണ് ചുമതലപ്പെടുത്തിയത്. എന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടും ഇങ്ങനെയൊരു മീറ്റിംഗ് നടത്തുവാൻ അഭിനന്ദനായ സേവോറിയസ് മെത്രാച്ചൻ തയ്യാറായില്ല എന്നുള്ളത് ദുഃഖകരമാണ്. ഇപ്പോൾ സമുദായത്തിൽ നിലനിൽക്കുന്ന പ്രധാന പ്രശ്നം ഞങ്ങൾ മെത്രാച്ചന്മാർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയല്ല, മറിച്ച് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും ലഭിച്ച ശ്ലൈഹിക കൽപ്പനകൾ അഭിനന്ദനായ സേവോറിയസ് തിരുമേനി അനുസരിക്കാതിരിക്കുകയും സിംഹാസനത്തോടും അതോടൊപ്പം തന്നെ കോടതി വിധികളോടും മറുതലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന പ്രശ്നം. അതുകൊണ്ട് ആ വിഷയത്തിലാണ് ആദ്യം പരിഹാരം കാണേണ്ടത്. മേഖല മെത്രാപ്പൊലീത്തന്മാരുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും സംബന്ധിച്ചുള്ള തർക്കങ്ങളല്ല ഇപ്പോഴത്തെ ഗൗരവമേറിയ പ്രശ്നം. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും ജ്ഞാനായ സമുദായത്തെ അകറ്റി നിർത്താനുള്ള അഭിനന്ദനായ സേവോറിയസ് തിരുമേനിയുടെയും സമുദായ നേതൃത്വത്തിൻ്റെയും ശ്രമങ്ങളാണ് ഇന്ന് സമുദായത്തിലെ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം. അഭിനന്ദനായ സേവോറിയസ് തിരുമേനി പരിശുദ്ധ സിംഹാസനവുമായി അനുരഞ്ജനപ്പെട്ടാൽ ഈ സമുദായത്തിലെ പ്രശ്നങ്ങൾ അതിവേഗം പരിഹരിക്കപ്പെടുവാനായിട്ട് സാധിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അഭിനന്ദനായ സേവോറിയസ് തിരുമേനിയുമായി അനൗദ്യോഗിക ചർച്ചകൾ നടത്തുവാൻ ഞങ്ങൾ തയ്യാറാണ്. ജ്ഞാനായ സമുദായത്തിൽ സമാധാനമുണ്ടാകണം. ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ സമുദായത്തെ തന്നെ വളരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ജ്ഞാനായ സമുദായത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുവാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്, സംശയമില്ലാത്ത കാര്യമാണ്. എന്നാൽ നമ്മുടെ ചർച്ചകളിൽ ചില ധാരണകൾ ഉണ്ടായതിനു ശേഷം ജ്ഞാനായ കമ്മിറ്റിയുമായും വൈദിക കൗൺസിലുമായും ചർച്ചകൾ നടത്തി സമാധാന ശ്രമങ്ങൾ പൂർത്തീകരിക്കാവുന്നതാണ്. കാരണം ഇത് മെത്രാപ്പൊലീത്തന്മാരെ സംബന്ധിച്ചുള്ള വിഷയങ്ങളായതുകൊണ്ട് മെത്രാപ്പൊലീത്തന്മാർ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് പ്രഥമമായ ആവശ്യം. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ടതായ സമിതികളുമായിട്ട് ചർച്ച ചെയ്യാൻ യാതൊരു വിധമായ തടസ്സവും ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് സേവോറിയസ് തിരുമേനിയുടെ സമയവും സൗകര്യവും അനുസരിച്ച് ഒരു തീയതി നിശ്ചയിച്ച് ചർച്ചയ്ക്കുള്ള ഒരു തീയതി നിശ്ചയിച്ച് ഞങ്ങളെ അറിയിക്കണമെന്ന് ഒരിക്കൽ കൂടെ വിനയത്തോടുകൂടെ താല്പര്യപ്പെടുന്നു.